സെക്രട്ടേറിയറ്റിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം സർക്കാരുമായി സമവായത്തിലെത്താത്തതിനെ തുടർന്ന് പണിമുടക്കുകയാണെന്ന് തൃത്തല്ലൂരിലെ ആശാവർക്കർമാർ. തൃത്തല്ലൂർ ഹെൽത്ത് സെന്ററിലെ ആശാവർക്കർമാരായ സിന്ധു, പ്രിൻസി, നിഷ എന്നിവർ മെഡിക്കൽ ഓഫീസർക്ക് രേഖാമൂലം കത്ത് നൽകി. സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരം 52-ാം ദിവസം പിന്നിട്ടിരിക്കുന്നു. നിരാഹാരം 14-ാം ദിവസവും കടന്നിരിക്കുന്നു. ഫലപ്രദമായ ചർച്ചകൾ നടക്കുന്നുമില്ല. പിരിച്ചുവിടുമെന്ന് നോട്ടീസ് അയച്ചും സമരത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി. സംസ്ഥാനം ഓണറേറിയം കൂട്ടണമെന്ന സമരക്കാരുടെ ഡിമാൻഡിനെക്കുറിച്ച് ആരോഗ്യമന്ത്രി ഒന്നും പറയുന്നില്ല. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. എന്നാൽ അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കുക എന്ന ആവശ്യം കേരള സർക്കാരാണ് നടപ്പാക്കേണ്ടത്. അക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനാലാണ് വീണ്ടും പണിമുടക്കുന്നതെന്ന് ആശാപ്രവർത്തകർ വ്യക്തമാക്കി. നമ്മുടെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവമാണ് നമ്മുടെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവഹേളനങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി അതൊന്നും തന്നെ അവർ ഈ സമയം പ്രതികരിക്കുന്നില്ല. എല്ലാ ഭാഗത്തു നിന്നുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ തൃത്തല്ലൂരാണെങ്കിൽ 18 ആശാവർക്കർമാരാണ് ഉള്ളത്. ബാക്കി എല്ലാവർക്കും പേടിയാണ്. വരണമെന്ന് മനസ്സോടെ താല്പര്യം ഉണ്ടെങ്കിലും അവരെ പല രീതിയിൽ ഇപ്പം തൃശ്ശൂർ ജില്ല എന്നല്ല എല്ലാ ജില്ലകളിലും സമരത്തിന് തയ്യാറുള്ള ആളുകളെ പോലും മാനസികമായിട്ട് അവർ വിളിച്ച് ഭീഷണിയുടെ സ്വരത്തിൽ അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള ആശമാർക്ക് നമ്മളോടൊപ്പം സമരത്തിൽ ഏർപ്പെടാൻ പറ്റാതിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് നമ്മളോട് പറയുന്നത് എന്താണ്? 400-ന് മുകളിലുള്ള ആശാവർക്കർമാർ മാത്രമേ ഇന്ന് സമരത്തിലുള്ളൂ. ഒരിക്കലല്ല, 26,000 ആശമാരും 26,000 ആശമാരും നമ്മളോടൊപ്പം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനും നിൽക്കാനും തയ്യാറാണ് അവരെ മനസ്സുകൊണ്ട്. ഞങ്ങൾക്ക് ഈ ഓണറേ ഇൻസെന്റീവ് തന്നെയല്ല. ഈ കണ്ട വർഷം ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് വെറും കൈയോടെ വരെ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. ഞങ്ങൾക്ക് അവർ പറയുന്നത് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ പെൻഷനും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നിരിക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ കൂടുതൽ നിൽക്കുന്നത്. ഇൻസെൻറ്റീവ് ഓണറേറിയം വേണം, വേണ്ടെന്നല്ല പറയണേ. ഇതും കൂടി ഞങ്ങൾക്ക് ഗവൺമെൻറ് ശരിയാക്കി തരാമെന്നാണ് എൻ്റെ അപേക്ഷ.